طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, അത് ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസമില്ലെങ്കിൽ ആ കുട്ടികളൊക്കെ ഒന്ന് സഫിലൊക്കെ ഒന്ന് കയറിയിരുന്നത്, സഫൊന്ന് പൂർത്തീകരിച്ചിരുന്നത്, അതാണ് അതിൻ്റെ സുന്നത്ത്. പള്ളിയിൽ വരുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ സഫ് ആദ്യം പൂർത്തീകരിക്കുക. ആ സഫ് പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടാമത്തെ സഫ്. അങ്ങനെ സഫുകളിൽ വിടവില്ലാതെ നമ്മൾ ഇരിക്കുക. നമ്മളൊരു വിടവുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരാൾ കടന്നു വരുമ്പോൾ മറ്റുള്ള ആളുകളെ ചാടി മറികടന്നുകൊണ്ട് വരേണ്ട ഒരവസ്ഥകൾ ഉണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സംഗതികളാണ്. നമ്മളത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇത്തരം ചില തെറ്റുകളൊക്കെ പല ആളുകൾക്കും സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ എല്ലാ സമയത്തും പാലിക്കുക എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല സഫ് അത് ഒന്നാമത്തെ സഫാണ്. അതിനു വേണ്ടിയിട്ടാണ് സഹാബാക്കൾ മത്സരങ്ങൾ നടത്തിയത് എന്നുള്ളതൊക്കെ പ്രവാചകന്റെ വചനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നന്മയിൽ പ്രവാചകന്റെ സുന്നത്തിൽ മത്സരം കാണിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ നാടുകളിൽ പല ആളുകളിലും കാണപ്പെടുന്ന ഒരു പുതിയ നോമ്പ്, അല്ലെങ്കിൽ ഇസ്രാ നോമ്പ് എന്നാണ് അതിന് പേര് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഖുതുബകളിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഇസ്ലാമിക പ്രമാണവുമായി കൊണ്ട് ഒരു തെളിവുമില്ലാത്ത ഒരു നോമ്പാണ്, ബിദ്അത്തായിട്ടുള്ള നോമ്പാണ് ഇസ്രാ നോമ്പ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ഇസ്രാ മിഅ്റാജ് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അതിൻ്റെ ചരിത്രങ്ങൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രത്തിൻ്റെ ചില പശ്ചാത്തലങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വിശദീകരിക്കാനും വിശദീകരിച്ച കാര്യങ്ങൾ കേട്ട് അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രാത്രിയിൽ മക്കയിൽ നിന്ന്
അക്കാലത്ത് 1 മാസം വഴിദൂരമുള്ള ഷാമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറമുള്ള സിദറത്തുൽ മുൻതഹ വരെ അല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയും അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിലെ 1ാമത്തെ യാത്രക്കാണ് രാപ്രയാണം അഥവാ രാവു യാത്രക്കാണ് ഇസ്റാ എന്ന് അറിയപ്പെടുന്നത്. 2ാമത്തെ യാത്രയാണ് ആകാശ ആരോഹണം, അതുകൊണ്ട് അതിന് മിഅ്റാജ് എന്ന വാനയാത്ര എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ആദരവായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന ആ സംഭവം. എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം പ്രവാചകനിൽ ഉണ്ടാകാനുള്ള കാരണം? പ്രവാചകന്റെ മുഅ്ജിസത്താണല്ലോ. അത് ഉണ്ടാകാനുള്ളൊരു പശ്ചാത്തലം അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. തൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന അബൂ ത്വാലിബിൻ്റെയും അതുപോലെ തന്നെ വീട്ടിലെ ഐശ്വര്യവും സമാധാനവുമായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മരണം നബിയെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. മുശ്രിക്കുകളുമായി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അവിടെ താങ്ങും തണലുമായി കൊണ്ട് പ്രവാചകന്റെ കൂടെ നിന്നിട്ടുള്ളത് അബൂ ത്വാലിബായിരുന്നു, മൂത്താപ്പ അബൂ ത്വാലിബായിരുന്നു. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളിലേക്കും മനസ്സിന് കുളിര് നൽകിയിട്ടുള്ള, സമാധാനം നൽകിയിട്ടുള്ള ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. ഈ 2 ആളുകളുടെയും മരണം പ്രവാചകനെ വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനവും ആശ്വാസവും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ത്വായിഫ് എന്ന പ്രദേശത്തേക്ക് പ്രവാചകൻ പോയിട്ടുള്ളത്. വലിയ പ്രതീക്ഷയിലാണ് പ്രവാചകൻ പോകുന്നത്. കാരണം തൻ്റെ ഏറെ അടുത്ത ബന്ധുക്കൾ, കുടുംബക്കാർ അവിടെയുണ്ട്. അവരിൽ നിന്ന് എനിക്ക് വലിയ സമാധാനം ലഭിക്കുമെന്നുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രവാചകൻ പോകുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ പ്രയാസത്തിൻ്റെ കയ്പുനീർ അനുഭവിക്കേണ്ടി വരുന്ന ചരിത്രമാണ് പ്രവാചകന്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ അനുചരന്മാരുടെ അബിസീനിയയിലേക്കുള്ള യാത്രയും താൻ കൊണ്ടുവന്ന ആദർശത്തെ മക്കയിൽ നിന്ന് ആളുകളെ അവഗണിച്ചതും തനിക്കെതിരെ എന്തും ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ആ സമൂഹത്തിൻ്റെ അവസ്ഥകളും പ്രവാചകനുണ്ടായിട്ടുള്ള പ്രയാസങ്ങളും എന്ന് പറയുന്നത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ള, പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമയമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വലിയ ആശ്വാസമായിക്കൊണ്ട് ഇസ്റാ മിഅ്റാജ് എന്ന സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ആരൊക്കെ അതിനെ അവഗണിച്ചാലും കുറ്റപ്പെടുത്തിയാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളത് ഒരു മുന്നറിയിപ്പ് കൂടി മാത്രമായിരുന്നു ആ ഇസ്റാ മിഅ്റാജ് യാത്ര എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങളെക്കുറിച്ച്, ആശ്വാസങ്ങൾ പ്രവാചകന് നൽകുമെന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ 9-ാമത്തെ സൂറത്തിലെ 33-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഹുവല്ലദീ
അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സന്മാർഗവും സത്യമതവുമായി കൊണ്ട് തൻ്റെ ദൂതനെ അയച്ചിട്ടുള്ളത്. അല്ലാഹു പറയുകയാണ്. എന്നിട്ടോ എല്ലാ മതത്തെയും അതിജയിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകനെ ഈ സത്യമതവുമായി കൊണ്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൗ കരിഹൽ മുശ്രികൂൻ, അവിശ്വാസികൾക്ക് എത്ര അനിഷ്ടകരമായിരുന്നാലും ശരി, അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും ശരി, അള്ളാഹു കൊണ്ടുവന്ന സത്യമതത്തെ അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടമാക്കിയിട്ടുള്ള ആ വലിയ മുഅ്ജിസത്ത്, ഒരു യാത്രയെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വ്യക്തമാക്കി ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഖുർആനിലെ ഒരു അധ്യായം തന്നെ സൂറത്തുൽ ഇസ്രാ എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ നോക്കൂ നിങ്ങൾ, ആ അധ്യായത്തിന്റെ ആരംഭത്തിലുള്ള ഒന്നാമത്തെ ആയത്ത് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്താണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തൻ്റെ ദാസനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അതിൻ്റെ പരിസരവും നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. ഇസ്രാ മിഅ്റാജിന്റെ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ആ നിശായാത്ര ചെയ്യിച്ചവൻ സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ, ഈ മുഅ്ജിസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പ്രകടമാക്കിയിട്ടുള്ളത്. തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനാണെന്ന് സൂറത്ത് ഇസ്രാഇന്റെ ഒന്നാമത്തെ വചനത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുടക്കം അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, അടിമയുടെ രാപ്രയാണം ചെയ്യിപ്പിച്ചവൻ മഹാപരിശുദ്ധൻ എന്ന തസ്ബീഹിന്റെ പ്രയോഗമാണ് തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് മാത്രമല്ല, കേവലം സാധാരണ പോലെയുള്ള ഒരു യാത്രയല്ലെന്നും അത്ഭുതകരവും അസാധാരണവുമായിട്ടുള്ള ഒരു യാത്രയാണെന്ന് കാണിക്കുന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ് എന്ന് അറിയപ്പെടുന്നത്. സുബ്ഹാന എന്ന പദം ഖുർആനിൽ നമ്മൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന സംഭവ സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാന എന്ന പദപ്രയോഗം നടത്തിയിട്ടുള്ളത്. അത്രയും മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തുന്നതായിട്ടുള്ള സംഭവമായിരുന്നു പ്രവാചകന്റെ
ഈ ദൃഷ്ടാന്തമെന്നുള്ളതാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അവിടെ ലൈൽ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്, രാത്രിയുടെ ഒരു ഭാഗം എന്നാണ്. രാത്രിയുടെ മുഴുവനായി കൊണ്ടുള്ള ഭാഗമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഒരു ഭാഗം മാത്രം എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. 7 രാത്രികളും 7 പകലുകളും സഞ്ചരിക്കേണ്ട ആ ദിനത്തിൽ ഒരു രാത്രി കൊണ്ട് സംഭവിച്ചിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ആശ്ചര്യകരമായിട്ടുള്ള പ്രവാചകൻ അല്ലാഹു നൽകിയിട്ടുള്ള വലിയ മുഅ്ജിസത്തായിരുന്നു, അമാനുഷികമായിട്ടുള്ള ദൃഷ്ടാന്തമായിരുന്നു യഥാർത്ഥത്തിൽ ആ സംഭവം എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ധാരാളം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന യാത്രയായിരുന്നു അത്. എന്തെല്ലാം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രയിൽ പ്രവാചകൻ കണ്ടിട്ടുണ്ട് നോക്കൂ നിങ്ങൾ. അതെല്ലാം കൃത്യമായി പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് ആ പ്രവാചകൻ അന്ന് പ്രത്യേകമായിട്ടുള്ള നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അനുഷ്ഠിക്കണം, സംശയങ്ങളില്ല. പക്ഷേ പ്രവാചകൻ അന്ന് നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അത് ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ ഒരു അനുവാദവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ഭൗതികമായിട്ടുള്ള ശരീരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ എവിടേക്ക് പോയിട്ടുള്ളത്? ഇസ്രാ മിഅ്റാജ് യാത്രകൾ നടന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നോക്കൂ നിങ്ങൾ. പ്രവാചകനെ ആ ഒരുക്കിയ സംഭവങ്ങൾ വരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പാകപ്പെടുത്തുന്നുണ്ട് ആ യാത്രക്ക് വേണ്ടി പ്രവാചകനെ. എങ്ങനെയാണ് പാകപ്പെടുത്തുന്നത്? അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹു പറഞ്ഞു എന്ന് പറയുന്ന ഖുദ്സിയായിട്ടുള്ള ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ മക്കയിലായിരിക്കെ, പ്രവാചകൻ പറയുകയാണ്, പ്രവാചകൻ മക്കയിലായിരിക്കെ എൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ വിടവുണ്ടാക്കപ്പെട്ടു. പ്രവാചകന്റെ മേൽക്കൂരയിൽ എന്താക്കി? വിടവുണ്ടാക്കി. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മേൽക്കൂരയുടെ വിടവുകളിലൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് എൻ്റെ നെഞ്ച് പിളർത്തി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകന്റെ നെഞ്ച് പിളർത്തി. പിന്നീട് സംസം കൊണ്ട് ആ ഹൃദയത്തെ കഴുകി. ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? പിന്നീട് ഹിക്മത്തും ഈമാനും നിറക്കപ്പെട്ട സ്വർണ്ണത്താലുള്ള ഒരു തളിക കൊണ്ടുവന്നു. എന്നിട്ട് അത് എൻ്റെ നെഞ്ചിനകത്തെ കൊടിച്ച് പിന്നീട് എന്നെ പൂർവസ്ഥിതിയിലേക്ക് തന്നെ ചേർത്തു. പിന്നീട് അദ്ദേഹം എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഒന്നാം ആകാശത്തിലേക്ക് എന്നെയും കൊണ്ട് കയറിപ്പോയി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകനെ അങ്ങനെ പാകപ്പെടുത്തിയിട്ടാണ്, പ്രവാചകന്റെ ഭൗതിക ശരീരവുമായി കൊണ്ടാണ് ഇസ്രാ മിഅ്റാജ് യാത്രകൾ നടത്തപ്പെടുന്നത്. ബനൂ സഅദിന്റെ കൂടെ താമസിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു പ്രവാചകന്റെ ഒന്നാമത്തെ നെഞ്ച് പിളർത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ നെഞ്ച് പിളർത്തിയതാണ് ഇസ്രാ മിഅ്റാജിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയമെന്ന് പറയുന്നത്. ഈ മഹത്തായിട്ടുള്ള യാത്രകൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടാണ്. ഇതെല്ലാം റബ്ബിന്റെ തീരുമാനങ്ങളായിരുന്നു എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതിനുശേഷം അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖുമായി കൊണ്ടുവന്നു. കഴുതയേക്കാൾ വലിപ്പമുള്ള, കോവർ കഴുതയേക്കാൾ ചെറുതായിട്ടുള്ള ഒരു മൃഗമായിരുന്നു ബുറാഖ് എന്ന വാഹനമെന്ന് പറയുന്നത്. അതിൻ്റെ നോട്ടം എത്തുന്നിടത്തേക്കെല്ലാം അതിൻ്റെ കാൽപാദങ്ങൾ എത്തുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വാഹനമായിരുന്നു ആ യാത്രക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത്. ഈ യാത്ര ശാരീരികമായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്
ഈ ബുറാക്കിന്റെ രൂപം എങ്ങനെയാണെന്ന്, ആ ബുറാക്കിന്റെ ആകൃതി എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രവാചകന്റെ ഹദീസിൽ കാണാം. പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവന്നു ബിദാഇബത്തിൻ അബിയലുൻ ദൂനൽ ബഅലി വഫൗഖുൽ ഹിമാരി ബുറാഖ്. വെളുത്ത ഒരു മൃഗത്തെ, ആ ബുറാക്കിന്റെ കളർ എന്താ? അത് വെളുത്തതാണ്. അതാണ് എനിക്ക് കൊണ്ടുവരപ്പെട്ടിട്ടുള്ളത്. അത് കോവർ കഴുതയേക്കാൾ ചെറുതും സാധാരണ കഴുതയേക്കാൾ വലുതുമാണ്. അങ്ങനെയുള്ള ബുറാക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വേണ്ടി, ആ യാത്രക്ക് വേണ്ടി, യാത്രക്കുള്ള വാഹനമായി കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ അതിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയായി. ജിബ്രീലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നബിമാർ തങ്ങളുടെ മൃഗങ്ങളെ കെട്ടുന്ന ഭാഗത്തെ ബുറാക്കിനെ ഞാൻ ബന്ധിപ്പിച്ചു കെട്ടിയിട്ടു. ശേഷം പള്ളിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. മറ്റുള്ള അമ്പിയാക്കൾ അല്ലാഹു അവിടെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. ആ അമ്പിയാക്കൾ എൻ്റെ പിന്നിൽ നിന്ന് ഞാൻ ഇമാമത്തായി നിന്നുകൊണ്ട് 2 റക്അത്ത് ഞാൻ നമസ്കരിച്ചു. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമായി കൊണ്ട് നിൽക്കാനുണ്ടായത് അത് പ്രവാചകനുള്ള ഒരു മഹത്തായിട്ടുള്ള പദവിയായിക്കൊണ്ടാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ആ യാത്രയിൽ പിന്നീട് സംഭവിക്കുന്നത് മദ്യത്തിൻ്റെയും പാലിൻ്റെയും 2 പാത്രങ്ങളുമായി കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. പ്രവാചകന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ലൈലത്തുൽ അസ്റാ, ആ ഇസ്രാഇന്റെ ആ യാത്രയിൽ അതാ അവിടുന്ന് എൻ്റെ അടുത്ത് പാലിൻ്റെയും അതുപോലെ തന്നെ കള്ളിൻ്റെയും നിറക്കപ്പെട്ട 2 കപ്പുകൾ വെക്കപ്പെട്ടു. ഒന്നിൽ പാലാണുള്ളത്, മറ്റൊന്നിൽ മദ്യമാണുള്ളത്. മിനൽ ഹംരി വല്ലബൻ. എന്നിട്ട് എന്നോട് ആവശ്യപ്പെടുകയാണ് ഇതിലേതെങ്കിലും ഒന്ന് നോക്കിയിട്ട് തെരഞ്ഞെടുക്കാൻ. ആ സമയത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യത്തിന്റെ കപ്പ് പ്രവാചകൻ എടുത്തു. ഈ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാക ലിഫിത്രതി ലൗ അഹദത്തുൻ ഹംറുൻ അവറതു അംസക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെന്ന് പറഞ്ഞിട്ടുള്ളത്, പരിശുദ്ധമായ ഇസ്ലാമിനെ അങ്ങയെ മാർഗദർശനം ചെയ്തു. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അങ്ങെങ്ങാനും ആ കള്ളിന്റെ കോപ്പയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അങ്ങയുടെ അനുയായികൾ എല്ലാവരും വഴിതെറ്റിപ്പോകുമെന്നാണ് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രതികരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇസ്രാഇന്റെ സംഭവത്തിൽ പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇസ്രാഇന്റെ വേളയിൽ പല അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അതുവരെ കണ്ടിട്ടില്ലാത്ത മസ്ജിദുൽ അഖ്സയും കാണാൻ അവിടെ എത്തി മറ്റു പ്രവാചകന്മാരോടൊപ്പം നമസ്കരിക്കാനും പ്രവാചകന് കഴിഞ്ഞു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അതാ അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിനതാ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് പ്രവാചകന് ഇത്തരം കാഴ്ചകളും ഇത്തരം സംഭവങ്ങളും കാണിച്ചു കൊടുത്തിട്ടുള്ളത്? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ മിഹ്റാജ് കൊണ്ടുവരപ്പെട്ടു. മിഹ്റാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബിക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട
ഒരു ഏണിയാണ് മിഅ്റാജ് എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ രൂപം എപ്രകാരമാണ്? അല്ലാഹു അഅലം, അല്ലാഹുവിന് മാത്രമേ അത് അറിയുകയുള്ളൂ. അദൃശ്യമായ കാര്യങ്ങളാണ്. ആ അദൃശ്യമായ കാര്യങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് വിശ്വസിക്കുകയാണ് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളത്. പിന്നെ അത് ഇങ്ങനെയാകാം, അത് അങ്ങനെയാകാം എന്ന അഭിപ്രായങ്ങൾ പറയാൻ വിശ്വാസികൾക്കൊരിക്കലും തന്നെ അനുവാദങ്ങളില്ല. അങ്ങനെയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോടൊപ്പം അതിലേക്ക് കയറി ആകാശത്തിലേക്ക് പ്രവാചകൻ യാത്ര തിരിക്കുകയാണ്. ആകാശത്തിലെത്തുമ്പോൾ അവിടെയുള്ള കവാടങ്ങൾ തുറക്കപ്പെടാൻ പറയുകയും ആ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും അവിടെയതാ പല പ്രവാചകന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടുകയും ചെയ്തു. ഇതൊക്കെ പ്രമാണങ്ങൾ നമ്മൾക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമാണ് ഈ യാത്രകളെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചിരുന്നത്. ആ യാത്രയിൽ അത് റജബ് മാസത്തിലാണ് എന്ന് ഒരു സംഭവങ്ങൾ പോലും ഉണ്ടാക്കിയിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നത് റജബ് മാസത്തിലേക്ക് ആളുകൾ കൊണ്ടുവരാം, എന്നിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ടാക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അന്ന് പ്രത്യേകമായിട്ടുള്ള നോമ്പുകൾ അനുഷ്ഠിക്കുകയാണ്. വിശ്വാസികൾ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ബിദ്അത്തുകളെ മാറ്റി നിർത്തി അല്ലേ, പ്രവാചകന്റെ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, നമ്മുടെ പള്ളിയുടെ കലക്ഷനാണ്. അതുപോലെ തന്നെ ഒരു സഹോദരന് വളരെ പ്രയാസപ്പെട്ട് രോഗത്താൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് നട്ടെല്ലുകൾ പൊട്ടി. ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഇനി ഒരിക്കലും അദ്ദേഹം എണീറ്റ് നടക്കൂല എന്ന് വിധി എഴുതിയ ആ സന്ദർഭത്തിൽ ആ സഹോദരൻ ഡോക്ടറുടെ മുമ്പിലേക്ക് നോക്കിക്കൊണ്ട്, കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യാം, ഞാൻ വിശ്വസിക്കുന്നൊരു റബ്ബുണ്ട്, ആ റബ്ബിൻ്റെ തീരുമാനം പോലെയായിരിക്കും ഇത് നടക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് പതറി. കാരണം എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകാറുണ്ട്. ഡോക്ടർമാർ ഇനി ഇതിനൊരു ചികിത്സയില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ഏറെ ബേജാറും വെപ്രാളുമാണ് ആകാറുള്ളത്. അദ്ദേഹം നടത്തിയ ഒരു തവക്കുലുണ്ടല്ലോ, എല്ലാം എൻ്റെ റബ്ബുണ്ട് എന്നുള്ളൊരു തവക്കല്, അതൊരു വല്ലാത്ത തവക്കല് തന്നെയാണ്. അന്ന് ഡോക്ടർമാരത് വിധി എഴുതിയിട്ടുണ്ട് എങ്കിലും ഇന്ന് അദ്ദേഹത്തിന് അല്പമൊക്കെ എഴുന്നേറ്റ് നടക്കാനുള്ള സാഹചര്യത്തിലേക്ക് റബ്ബിൻ്റെ വിധി എത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആ സഹോദരന് വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കാണണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനത്തെ ഓരോ രോഗികളെയും കണ്ട് നമ്മൾ എന്താക്കണം, സഹോദരന്മാരെ, നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എന്താണ്? സാധാരണ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കൊക്കെ അറിയാം. അല്ലാഹുമ്മ റബ്ബന്നാ സദഹബുൽ ബാഷ് ഇഷ്ഫി അൻത ഷാഫി എന്നുള്ളത് അല്ലേ. ഇതിലപ്പുറത്തേക്കൊരു പ്രാർത്ഥന ഇത്തരം സമയത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ആ പ്രാർത്ഥന ആരെങ്കിലും ഒരു പരീക്ഷണം പറ്റിയ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ, കാണുമ്പോൾ ചെല്ലുകയാണെങ്കിൽ, ആ ബലാ, ആ മുസീബത്ത് നിങ്ങളെ ബാധിക്കുകയില്ല എന്നാണ്.
അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫല്ലലനി കസീറൻ മിമ്മൻ ഖലഖ തഫ്ളീല എന്ന പ്രാർത്ഥനയാണ്. നമ്മൾ ഓരോരുത്തരും ബോധപൂർവം പഠിച്ച് ഇത്തരം ആളുകളെ കാണുമ്പോൾ, പരീക്ഷിക്കപ്പെട്ട ആളുകളെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നാളെ ഇതുപോലുള്ള അവസ്ഥ നമുക്കുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അത് തടയാൻ കഴിവുള്ളവൻ റബ്ബ് മാത്രമേ ഉള്ളൂ. അത് തരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ ബലാ അയാൾക്ക് എത്തുകയില്ല എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു കലക്ഷൻ കൂടി ഇവിടെ നടക്കുന്നുണ്ട്. സഹോദരന്മാരെ, വേദന പുളയുന്ന ആളുകൾക്ക് വേദനക്കൊരു സംഹാരി വാങ്ങാൻ നമ്മുടെ കീശയിലുള്ള ഏറ്റവും നല്ല കനപ്പെട്ട നോട്ടുകൾ നമ്മൾ നൽകുമ്പോൾ അത്തരം വേദനിക്കാൻ പോകുന്ന ആപത്തുകളെ നമ്മുടെ സ്വതക്കകൾ തടയുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ല സ്വതക്ക. അത് വെള്ളിയാഴ്ചയിലെ സ്വതക്കയാണ്. അതുകൊണ്ട് നമ്മൾ എന്താക്കുക, ഉദാരമായിക്കൊണ്ട് അതിലേക്ക് റബ്ബിൻ്റെ ഭവനത്തിലേക്കും ആ ഒരു ചികിത്സയിലേക്കും വേണ്ടി നമ്മൾ എന്താക്കണം, നമ്മൾ സംഭാവന ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ചയിലൂടെ നമുക്ക് ഇതിൻ്റെ ചരിത്രങ്ങളും ഗുണപാഠങ്ങളും നമ്മൾ പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, ചരിത്രങ്ങൾ, അതിൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഒട്ടുപുറത്തും മാപ്പാക്കി തിരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും, അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുടെ രോഗത്തെ സുഖപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുടെ വേദനകൾക്ക് ശമനം നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു അവർക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങി അർഷിൻ്റെ തണലിൽ പ്രവേശിച്ച് ലഘുവായ വിചാരണയ്ക്ക് വിധേയമായി പ്രവാചകന്റെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരിക്കുടിച്ച് സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിലും കാറ്റിൻ്റെ വേഗത്തിലും പ്രവേശിച്ച് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഇടം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله. اللهم صل على محمد.